സമീപം നല്ല ഒരു ക്ഷേത്രം, ശ്രീരംഗപട്ടണ ക്ഷേത്രം. അവിടെ ഒരു അത്ഭുതമുണ്ട്. എന്താ അത്ഭുതം? അവിടുത്തെ രാജകുടുംബത്തിന് ഉടയാർ എന്നാണ് പേര്. ആ രാജകുടുംബത്തിന് ഇന്നും മക്കളില്ല. രാജകുടുംബക്കാർക്ക് ആൺമക്കളില്ല. എത്രയോ വർഷത്തിൻ്റെ ശാപമാണ്. ഉടനെ അവർ മക്കളെ ദത്തെടുക്കും. ആ ദത്തെടുത്ത മക്കൾ വളർന്ന് വിവാഹം കഴിക്കും, അവർക്കും മക്കളില്ല. അങ്ങനെ ഒരു ശാപം നിലനിൽക്കുന്ന സ്ഥലമാണ്. എന്താണ് ആ ശാപത്തിന് കാരണം? പണ്ട് ഒരു രാജകുടുംബത്തിൽപ്പെട്ട സ്ത്രീ രംഗനാഥസ്വാമിക്ക് ആഭരണം കൊണ്ടുവന്ന് ചാർത്തും. പിന്നെ അടുത്ത ദിവസം എന്ത് ചെയ്യും? ആ ആഭരണമെല്ലാം തിരിച്ചു താന്ന് പറഞ്ഞ് പൂജാരിയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് പോകും. രാജകുടുംബത്തിൽപ്പെട്ട സ്ത്രീ ആയതുകൊണ്ട് പൂജാരിമാർക്ക് എതിർക്കാൻ പറ്റിയില്ല. നമ്മളൊന്ന് ഗുരുവായൂരിൽ ചെന്നിട്ട് ഒരു കൊല പഴവും കൂടെ അവിടെ കാണിക്കാൻ നടക്കി വെച്ച് കൊടുത്തിട്ട് 2 ദിവസം കഴിഞ്ഞ് എൻ്റെ പഴം അങ്ങ് താന്ന് ചോദിക്കാൻ പറ്റുമോ? അമ്പലത്തിൽ ദാനം ചെയ്യുന്നതിന് തിരിച്ചു ചോദിക്കാൻ പറ്റുമോ? പക്ഷേ ഈ രാജകുടുംബത്തിൽപ്പെട്ട സ്ത്രീ ചെന്ന് തിരിച്ചു ചോദിക്കുകയും വേറെ നിവർത്തിയില്ലാതെ പൂജാരിമാർ കൊടുത്തു. കാരണം ഇത് രാജകുടുംബത്തിൽപ്പെട്ട സ്ത്രീ, അവർക്ക് എതിർക്കാൻ പറ്റില്ല. ആ ഒരു സമയത്താണ് ഒരു ദിവസം രാജാവ് വന്നത്. ഇവർ പതുക്കെ ചെവിയിൽ പറഞ്ഞു കൊടുത്തു, ഇങ്ങനെയാ ഈ വ്യക്തി ചെയ്യുന്നത്. ഉടനെ രാജാവ് പറഞ്ഞു, എന്നാൽ അത് തിരിച്ചു കൊടുക്കണ്ട എന്ന് പറഞ്ഞു. അടുത്ത ദിവസം ആ സ്ത്രീ വന്നപ്പോൾ ഇവർ തിരിച്ചു കൊടുത്തില്ല. ആക്ച്വലി അത് തെറ്റ് തന്നെയാണ്, തിരിച്ചു ചോദിക്കുന്നത് ഒരു തെറ്റ് തന്നെയാണ്. പക്ഷേ ആ സ്ത്രീ അങ്ങ് വല്ലാണ്ട് വിഷമിച്ച് അവരുടെ ഗർഭം അലസിപ്പോയി, അബോർഷനായി. ആ ശാപം രാജകുടുംബത്തിന് എത്രയോ വർഷങ്ങളായിട്ടുണ്ട്. ഇന്നും ആ രാജകുടുംബത്തിൽ എത്രയോ 400-500 വർഷമായിട്ട് ആ ശാപം നിലനിൽക്കുന്നുണ്ട്. കുട്ടികളില്ല. അവർ ദത്തെടുക്കും, പിന്നെയും കുഞ്ഞുങ്ങളില്ല. ഈ ക്ഷേത്രങ്ങളും ക്ഷേത്രത്തിൻ്റെ മഹാത്മ്യം ഇതൊന്നും കെട്ടുകഥയല്ല, ഇതെല്ലാം സത്യമാണ്. ഓരോ ക്ഷേത്രത്തിനും അതിൻ്റെതായ ചില മഹാത്മ്യങ്ങളുണ്ട്.